വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ ഒന്നാം ചോദ്യം: ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടു. ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ജനം ഡാഷ്. ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആവശ്യപ്പെട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 2: അതാ ഒരു വൃദ്ധൻ ഡാഷ് വേല കഴിഞ്ഞ് മടങ്ങി വരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വയലിലെ. ക്വസ്റ്റ്യൻ നമ്പർ 3: സംപൂജ്യരായ ന്യായാധിപന്മാരുടെ നാമം ആരിലൂടെ ജീവിക്കട്ടെ എന്നാണ് പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി പുത്രന്മാരിലൂടെ. ക്വസ്റ്റ്യൻ നമ്പർ 4: അവിടുത്തെ എന്ത് പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ ആ അവകാശത്തിന്റെ ആചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മഹത്വം. ക്വസ്റ്റ്യൻ നമ്പർ 5: തിമ്നായിൽ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു ഡാഷ് സാംസന്റെ നേരെ അലറി വന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സിംഹക്കുട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 6: ദൈവരാജ്യം എപ്പോഴാണ് വരുന്നതെന്ന് പരിസയർ ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞു: പ്രത്യക്ഷമായ അടയാളങ്ങളോടുകൂടെയല്ല ഡാഷ് വരുന്നത്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ദൈവരാജ്യം. ക്വസ്റ്റ്യൻ നമ്പർ 7: തലപ്പാവിലെ കിരീടത്തിൽ ഒരു മുദ്രയിൽ എന്ന പോലെ എന്താണ് കൊത്തിയിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി വിശുദ്ധി. ക്വസ്റ്റ്യൻ നമ്പർ 8: ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ഡാഷ് ചെയ്തു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ക്രൂശിക്കുകയും. ക്വസ്റ്റ്യൻ നമ്പർ 9: ആ തിമ്നാക്കാരൻ്റെ മരുമകനായ സാംസൺ അവൻ്റെ ഭാര്യയെ അമ്മായിയപ്പൻ അവൻ്റെ ഡാഷ് കൊടുത്തത് കൊണ്ട് ചെയ്തതാണിത്. ന്യായാധിപന്മാർ 15 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കൂട്ടുകാരന്. ക്വസ്റ്റ്യൻ നമ്പർ 10: മോശയുടെ പുത്രനായ ഗർശോമിന്റെ പുത്രൻ ജോനാഥാനും പുത്രന്മാരും എപ്പോൾ വരെ ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാരായിരുന്നു? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പ്രവാസകാലം. ക്വസ്റ്റ്യൻ നമ്പർ 11: അവൻ യേശുവിന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവൻ ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഒരു സമരിയാക്കാരൻ. ക്വസ്റ്റ്യൻ നമ്പർ 12: ഇതിനെക്കുറിച്ച് അമ്പരന്ന് നിൽക്കവേ 2 പേർ എന്ത് വസ്ത്രങ്ങൾ ധരിച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു? ലൂക്ക 24 അധ്യായം 4 വാക്യത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി തിളങ്ങുന്ന.
ക്വസ്റ്റ്യൻ നമ്പർ 13. ആരെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 14. നമ്മുടെ പ്രിയ സഹോദരനും കർത്താവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, തിക്കിക്കോസ്. ക്വസ്റ്റ്യൻ നമ്പർ 15. വൃദ്ധൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരനെ കണ്ടു. അപ്പോൾ വൃദ്ധൻ എന്ത് ചോദിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നീ എവിടെ പോകുന്നു, എവിടെ നിന്ന് വരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 16. എങ്ങനെയുള്ള ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവിൻ എന്നാണ് കർത്താവ് പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നീതിരഹിതരായ. ക്വസ്റ്റ്യൻ നമ്പർ 17. ദാൻ മുതൽ ഡാഷ് വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ ഇറങ്ങി തിരിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ബേർഷബ. ക്വസ്റ്റ്യൻ നമ്പർ 18. സാംസൺ പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടി പറിച്ചെടുത്ത തോളിൽ വെച്ച് എങ്ങോട്ട് പോയി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി. ക്വസ്റ്റ്യൻ നമ്പർ 19. നല്ല പ്രവൃത്തികൾക്ക് തക്ക എന്ത് കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പ്രതിഫലം. ക്വസ്റ്റ്യൻ നമ്പർ 20. അതാ അവിടെ, ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് പറയും. നിങ്ങൾ ഡാഷ്, അവരെ നിങ്ങൾ അനുഗമിക്കുകയും അരുത്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പോകരുത്. ക്വസ്റ്റ്യൻ നമ്പർ 21. ഇസ്രായേൽ ഡാഷ് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടു. ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടു. ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മിസ്പായിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 22. നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ഡാഷ്, പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശാസിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 23. നീ ഡാഷ് ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുവാൻ ആരംഭിക്കും. ന്യായാധിപന്മാർ 13 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗർഭം. ക്വസ്റ്റ്യൻ നമ്പർ 24. ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ഏത് ഗോത്രക്കാർ കേട്ടു? ന്യായാധിപന്മാർ 20 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ബെഞ്ചമിൻ. ക്വസ്റ്റ്യൻ നമ്പർ 25. അവൻ അവർക്ക് വാക്കുകൊടുത്തു. ആരില്ലാഞ്ഞപ്പോൾ അവനെ ഒറ്റിക്കൊടുക്കാൻ അവൻ അവസരം പാർത്തുകൊണ്ടിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജനക്കൂട്ടം. ക്വസ്റ്റ്യൻ നമ്പർ 26. കുറേ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ ഡാഷ് മാനിക്കുകയോ ചെയ്യുന്നില്ല. പൂരിപ്പിക്കുക.
ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ മനുഷ്യരെ. ക്വസ്റ്റ്യൻ നമ്പർ 27. നിങ്ങളുടെയും അവരുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവിടത്തേക്ക് മുഖം നോട്ടമില്ലെന്നും അറിയുവിൻ. ഈ ഉപദേശം ആരോടുള്ളതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി യജമാനന്മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 28. അന്നവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും ഡാഷ് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കുന്നുകളോട്. ക്വസ്റ്റ്യൻ നമ്പർ 29. ലേവ്യൻ വീട്ടിലെത്തിയ ഉടനെ അവൻ ഒരു കത്തിയെടുത്ത് ഉപനാരിയുടെ അവയവങ്ങൾ ഛേദിച്ച് എത്ര കഷ്ണങ്ങളാക്കി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 12. ക്വസ്റ്റ്യൻ നമ്പർ 30. ഞാൻ നിങ്ങളോട് പറയുന്നു, അന്ന് രാത്രി ഒരു കട്ടിലിൽ 2 പേർ ഉണ്ടായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾക്ക് എന്ത് സംഭവിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ സി അവശേഷിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 31. അവനെ പോലെ ആരും ജനിച്ചിട്ടില്ല, അവൻ്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു. ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ജോസഫ്. ക്വസ്റ്റ്യൻ നമ്പർ 32. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് അവനോട് ചോദിച്ചു, ഇവളോട് സംസാരിച്ചവൻ നീയോ? അവൻ പറഞ്ഞ മറുപടി എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഞാൻ തന്നെ. ക്വസ്റ്റ്യൻ നമ്പർ 33. രക്ഷയുടെ എന്താണ് അണിയേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ പടത്തൊപ്പി. ക്വസ്റ്റ്യൻ നമ്പർ 34. മിസ്പായിൽ കർത്താവിന് മുൻപാകെ വരാത്തവനെ എന്ത് ചെയ്യണമെന്ന് അവർ ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കൊന്നു കളയണമെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 35. തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും മനസ്സിലാക്കി. അവനെ എന്ത് ചെയ്യാൻ ശ്രമിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ കയ്യേറ്റം. ക്വസ്റ്റ്യൻ നമ്പർ 36. എന്നാൽ ആ ഡാഷ് അവിടെ പാർക്കാൻ അവൻ തയ്യാറായില്ല. ന്യായാധിപന്മാർ 19 പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ രാത്രി. ക്വസ്റ്റ്യൻ നമ്പർ 37. ഇസ്രായേലിലെ ദൈവമായ കർത്താവെ, ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാക്കത്തക്കവണ്ണം ഈ ഡാഷ് വന്നു ഭവിച്ചത് എന്തുകൊണ്ട്? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ നാശം. ക്വസ്റ്റ്യൻ നമ്പർ 38. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. അവൻ ജനനം മുതൽ ഡാഷ് നാസീർ വ്രതക്കാരനായിരിക്കും. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുവാൻ ആരംഭിക്കും. ന്യായാധിപന്മാർ 13 പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ദൈവത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 39. ഇനി ഒരിക്കലും എന്തിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത് എന്നാണ് പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വ്യർത്ഥ ചിന്തയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 40. ദൈവം ലോഹിയിലുള്ള ഡാഷ് ഒരു സ്ഥലം തുറന്നു. അതിൽ നിന്ന് ജലം പുറപ്പെട്ടു.
അവൻ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി. അതുകൊണ്ട് അതിന് എൻഹക്കോർ എന്ന് പേര് കിട്ടി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പൊള്ളയായ. ക്വസ്റ്റ്യൻ നമ്പർ 41. ആര് പറഞ്ഞു സമാധാനമായി പോകുവിൻ, നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പുരോഹിതൻ. ക്വസ്റ്റ്യൻ നമ്പർ 42. മരണമേ, തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന്, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവന്, രുചികരമായ ഡാഷ് ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ്. പ്രഭാഷകൻ 41 അധ്യായം 1 വാക്യത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വിഭവങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 43. അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്നു. അവർക്ക് കൂടുതൽ കഠിനമായ എന്ത് ലഭിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശിക്ഷാവിധി. ക്വസ്റ്റ്യൻ നമ്പർ 44. അവൻ പട്ടണത്തോടടുത്ത് ഒലിവ് മലയുടെ ചെരുവിന് സമീപത്തെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവർത്തികളെയും പറ്റി എപ്രകാരം ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഉച്ചത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 45. ലേവ്യനും കൂടെയുള്ളവനും യാത്ര ചെയ്ത് ഏത് ഗോത്രക്കാരുടെ പട്ടണമായ ഗിബയായിൽ എത്തിയപ്പോഴാണ് സൂര്യൻ അസ്തമിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ബെഞ്ചമിൻ. ക്വസ്റ്റ്യൻ നമ്പർ 46. ആര് പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് 200 വെള്ളി നാണയങ്ങൾ എടുത്തു? ന്യായാധിപന്മാർ 17 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മിക്ക. ക്വസ്റ്റ്യൻ നമ്പർ 47. അവരാകട്ടെ നിർബന്ധപൂർവം പറഞ്ഞു, ഇവൻ ഗലീലി മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഇളക്കി വിടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 48. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ എന്ത് വരുന്നത് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവരാജ്യം. ക്വസ്റ്റ്യൻ നമ്പർ 49. അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടു, എന്തൊരുക്കുകയും ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പെസഹ. ക്വസ്റ്റ്യൻ നമ്പർ 50. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ആര് ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഒരു ന്യായാധിപൻ. ക്വസ്റ്റ്യൻ നമ്പർ 51. ബ്രെഫോസ് എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? പഠന ബൈബിൾ, പേജ് 232. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നവജാതൻ. ക്വസ്റ്റ്യൻ നമ്പർ 52. കല്ലറയെങ്കിൽ നിന്ന് തിരിച്ചു വന്ന് അവർ ഇതെല്ലാം ഡാഷും മറ്റെല്ലാവരെയും അറിയിച്ചു. ലൂക്ക 24 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 11 പേരെയും. ക്വസ്റ്റ്യൻ നമ്പർ 53. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും എന്തുയർത്തും എന്നാണ് യേശു പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, തല. ക്വസ്റ്റ്യൻ നമ്പർ 54. അവരാകട്ടെ നിർബന്ധപൂർവം പറഞ്ഞു,
ഇവൻ ഗലീലി മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ഡാഷ് ഇളക്കി വിടുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ജനത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 55. എഫേസോസ് 3-ാം അധ്യായം 7-ാം വാക്യം പ്രകാരം ദൈവത്തിൻ്റെ എന്തിനാലാണ് താൻ ഈ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകൻ ആയി എന്നാണ് പൗലോസ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, കൃപാവരത്താൽ. ക്വസ്റ്റ്യൻ നമ്പർ 56. ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു. കാരണം എന്താണ്? ലൂക്ക 18-ാം അധ്യായം 23-ാം വാക്യത്തിൽ പരാമർശിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അവൻ വലിയ ധനികനായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 57. ആര് വന്നു പറഞ്ഞു, യജമാനനെ നീ തന്ന നാണയം 10 കൂടി നേടിയിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഒന്നാമൻ. ക്വസ്റ്റ്യൻ നമ്പർ 58. നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക, എന്ത് ചെയ്താൽ അവനോട് ക്ഷമിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പശ്ചാത്തപിച്ചാൽ. ക്വസ്റ്റ്യൻ നമ്പർ 59. നമ്മുടെ കർത്താവായ ദൈവത്തിൽ നിന്നും കർത്താവായ ഡാഷ് നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശുക്രിസ്തുവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 60. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്, മരണത്തിലും എന്താണ് നിങ്ങളുടെ വിധി? പ്രഭാഷകൻ 41-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ശാപമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 61. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ഡാഷ് മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവനെ ഉപമ പറഞ്ഞു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ആശ്രയിക്കുകയും. ക്വസ്റ്റ്യൻ നമ്പർ 62. അവരാകട്ടെ നിർബന്ധപൂർവം പറഞ്ഞു, ഇവൻ ഡാഷ് മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗലീലി. ക്വസ്റ്റ്യൻ നമ്പർ 63. കവണയിൽ കല്ല് ചേർത്ത് കരമുയർത്തിയപ്പോൾ ആരുടെ അഹങ്കാരമാണ് ദാവീദ് തകർത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഗോലിയാത്തിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 64. എൻ്റെ വാക്കുകളെ എന്ത് ചെയ്യുക? പ്രഭാഷകൻ 41-ാം അധ്യായം 16-ാം വാക്യത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ആദരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 65. ധനികനായ അധികാരി വചനഭാഗം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ലൂക്ക 18-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 66. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ ആര് അവരോട് ഉപമ പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 67. അവൻ പട്ടണത്തോടടുത്ത് എന്തിൻ്റെ ചെരുവിൻ സമീപത്തെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവർത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഒലിവ് മലയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 68. എന്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിങ്കിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു?
ശരിയായ ഉത്തരം ഓപ്ഷൻ എ സ്നേഹത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 69. ഒരു മനുഷ്യൻ എന്ത് നട്ടുപിടിപ്പിച്ചു? അത് കൃഷിക്കാരെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ദീർഘനാളത്തേക്ക് അവിടെ നിന്ന് പോയത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മുന്തിരിത്തോട്ടം. ക്വസ്റ്റ്യൻ നമ്പർ 70. അവളെക്കുറിച്ചുള്ള വിചാരം അവന്റെ നിദ്ര അപഹരിച്ചു കളയുന്നു. ആരെക്കുറിച്ച്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ മകളെ. ക്വസ്റ്റ്യൻ നമ്പർ 71. അവർക്ക് വേഗം നീതി നടത്തിക്കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും ഡാഷ് വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മനുഷ്യപുത്രൻ. ക്വസ്റ്റ്യൻ നമ്പർ 72. ദുഷ്ടനായ ആർക്ക് തക്ക ശിക്ഷ കൊടുക്കുക? പ്രഭാഷകൻ 42-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ദാസന്. ക്വസ്റ്റ്യൻ നമ്പർ 73. ആരുടെ ഇടയിൽ നിന്നാണ് ദൈവം മോശയെ തിരഞ്ഞെടുത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി എല്ലാ ജനതകളുടെയും. ക്വസ്റ്റ്യൻ നമ്പർ 74. എന്ത് കവചം ധരിച്ചാണ് ഉറച്ചു നിൽക്കേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി നീതിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 75. തങ്ങളുടെ സഹോദര ഗോത്രമായ ബെഞ്ചമിനോട് ഇസ്രായേലിന് എന്ത് തോന്നി? ന്യായാധിപന്മാർ 21-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി അനുകമ്പ. ക്വസ്റ്റ്യൻ നമ്പർ 76. നിങ്ങളുടെ ഒരു ഭൃത്യൻ ഡാഷ് ആട് മേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഉഴുകയോ. ക്വസ്റ്റ്യൻ നമ്പർ 77. ആലോചനാ സംഘത്തിലെ അംഗമായ അവൻ നല്ലവനും നീതിമാനുമായിരുന്നു. ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ അരിമത്തിയായിൽ നിന്നുള്ള ജോസഫ്. ക്വസ്റ്റ്യൻ നമ്പർ 78. പൂർവപിതാക്കന്മാരുടെ അവകാശം ആരിൽ നിലനിൽക്കുമെന്നാണ് പ്രവാചകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ മക്കളുടെ മക്കളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 79. പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ എന്തുള്ളവാക്കരുത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കോപം. ക്വസ്റ്റ്യൻ നമ്പർ 80. ഡാഷ് നോക്കി നിന്നു. പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ച് പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇവൻ ദൈവത്തിന് ക്രിസ്തുവാണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ജനം. ക്വസ്റ്റ്യൻ നമ്പർ 81. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും എവിടെ കഴിഞ്ഞുകൂടി? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 82. പത്രോസ് തീക്കരികെ ഇരിക്കുന്നത് കണ്ട് ആരാണ് സൂക്ഷിച്ചു നോക്കിയിട്ട് ഇവനും അവനോടുകൂടി ആയിരുന്നു എന്ന് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ഒരു പരിചാരിക. ക്വസ്റ്റ്യൻ നമ്പർ 83. എന്തിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു? ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു. പ്രഭാഷകൻ 41-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ പൊടിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 84. കർത്താവിൻ്റെ വിസ്മയനീയമായ ഡാഷ് അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമാണ്.
പ്രഭാഷകൻ 42 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പ്രവർത്തികൾ. ക്വസ്റ്റ്യൻ നമ്പർ 85. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും യേശുവിനെ എന്ത് ചെയ്യാനാണ് മാർഗം അന്വേഷിച്ചുകൊണ്ടിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നശിപ്പിക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 86. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ എന്തിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് യേശു ഉച്ചത്തിൽ നിലവിളിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ആത്മാവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 87. ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് എന്തിലേക്കാണ് പോകുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നാശത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 88. ഇത് കണ്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു, കാരണം അവൻ വലിയ ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ധനികനായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 89. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ഫരിസേയർ ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞു, പ്രത്യക്ഷമായ അടയാളങ്ങളോടുകൂടെ അല്ല ഡാഷ് വരുന്നത്, പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ദൈവരാജ്യം. ക്വസ്റ്റ്യൻ നമ്പർ 90. അവനോടുകൂടെ താമസിക്കാൻ ലേവ്യന് ഡാഷ്, ആ യുവാവ് അവന് പുത്രനെ പോലെ ആയിരുന്നു, പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സന്തോഷമായി. ക്വസ്റ്റ്യൻ നമ്പർ 91. ആരുടെ നേതാക്കന്മാർ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, സാംസനെ നീ വശീകരിക്കണം? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഫിലിസ്ത്യരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 92. തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നാൽ തൻ്റെ ഡാഷ് നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും, പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 93. ഇസ്രായേലിലെ ഡാഷ്, ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാക്കത്തക്കവണ്ണം ഈ നാശം വന്നു ഭവിച്ചത് എന്തുകൊണ്ട്? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവമായ കർത്താവേ. ക്വസ്റ്റ്യൻ നമ്പർ 94. അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ച് അവർ ആരെ ഇരുത്തി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, യേശുവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 95. കുട്ടികൾക്ക് നല്ല എന്ത് നൽകുക? പ്രഭാഷകൻ 42 അധ്യായം 5 വാക്യത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ശിക്ഷണം. ക്വസ്റ്റ്യൻ നമ്പർ 96. സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് അവൻ ആരെയാണ് കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഒരു വൃത്തിനെ. ക്വസ്റ്റ്യൻ നമ്പർ 97. ജനം എന്ന് പുലർച്ചയ്ക്ക് ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പിറ്റേ ദിവസം. ക്വസ്റ്റ്യൻ നമ്പർ 98. ദുഷ്ടനായ ദാസന് എന്ത് കൊടുക്കുക? പ്രഭാഷകൻ 42 അധ്യായം 5 വാക്യത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, തക്ക ശിക്ഷ. ക്വസ്റ്റ്യൻ നമ്പർ 99. അഹറോന്റെ പിന്തുടർച്ചാവകാശം ആർക്കാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അവന്റെ സന്തതികൾക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 100.
രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ ആരെ വേദനിപ്പിക്കരുത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പരിശുദ്ധാത്മാവിനെ. നന്ദി. വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്.